എന്റെ തല കിട്ടും. കിട്ടിയ 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 ലിങ്ക് ഉണ്ടോ? ആ ക്ലിപ്പ് കിട്ടിയായിരുന്നോ? കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചോദ്യങ്ങളാണിത്. ആളുകൾ മൊത്തം ലിങ്ക് അന്വേഷണത്തിലാണ്. എന്റെ കയ്യിലില്ലല്ലോ. ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി. സംഭവം എന്താണെന്നല്ലേ? ആരാ നായിക? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റിൽ ദിവ്യപ്രഭയുടെ ഒരു ന്യൂഡ് സീൻ ഉണ്ട്. അതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരഞ്ഞു നടക്കുന്നത്. ഇവളിത് എന്ത് ഭാവിച്ച ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. എങ്ങനെയെങ്കിലും ആ ലിങ്ക് അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കിട്ടണം. അതിന് പഠിച്ച പണി 18 പയറ്റുകയാണ് ഇവിടുത്തെ ആണുങ്ങൾ. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. ഫുൾ നെക്കഡ്. ഇന്ന് വരെ കേരളക്കര അന്വേഷിക്കാത്ത ദിവ്യപ്രഭയെ തിരയുകയാണ് സോഷ്യൽ മീഡിയ. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്. സ്ത്രീ ശരീരം കുറച്ചൊന്ന് കണ്ടാൽ ചില മലയാളി ആണുങ്ങൾ ഉണരും. പിന്നെ അത് കാണാതെ സമാധാനം ഉണ്ടാവില്ല. മുഖം അത്ര പോരം തോന്നുന്നു. അതിന് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ? കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ബിരിയാണി സിനിമയില് കനി കുസൃതി കാണിച്ച പോലെ ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നത് ദിവ്യപ്രഭ. നിനക്ക് അമ്മയും പെങ്ങന്മാരൊന്നുമില്ലടാ. ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഈ സിനിമയിലെ പയ്യനല്ലേ, മുറ സിനിമയിലെ പയ്യൻ, നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? അവനാണെങ്കിൽ ദിവ്യപ്രഭയുടെ ജോഡിയായിട്ട് കാണിക്കുന്നത്. അവന്റെ ഫുള്ള് ന്യൂഡ്, അവന്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവന്റെ, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ്. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഒടുവിൽ അതും സംഭവിച്ചു. വൺ ടൈം വാച്ചബിൾ കാണാത്തവരുണ്ടോ? വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥമായി നിനക്ക്. മരിക്കാൻ കിടക്കുന്ന അമ്മാവന്റെ അവസാനത്തെ ആഗ്രഹമാണ് ആ ക്ലിപ്പിന്റെ ലിങ്ക് ഉണ്ടോ എന്ന ചോദ്യം വരെ നേടുന്നു മലയാള മനസ്സ്. ഒരു ചെറിയ ക്ലിപ്പ് കൊണ്ട് ഇജ്ജാതി തൂക്ക്. സോഷ്യൽ മീഡിയയിൽ തീയിട്ട് ദിവ്യപ്രഭ. ഒറ്റപ്പടം കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയ ദിവ്യപ്രഭ. ഞാൻ ചേച്ചിയുടെ ഒരു ആരാധകനാ. ഞാൻ 3 പ്രാവശ്യം കണ്ടു. ഇത്തരം കാര്യങ്ങൾ ഈ നാട്ടിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് ദിവ്യപ്രഭ നൽകുന്ന മറുപടി. ഇവളാള് കൊള്ളാമല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ച. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. എന്ത് നല്ല കുട്ടി. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഗ്രാൻഡ് പ്രീ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ച് അത് ചെയ്യാം എന്നൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ ഇതെല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. ഫ്ലാഷ് ബാക്ക്. നീ ചിന്തിച്ച് തീരുന്നിടത്ത്
ഞാൻ ചിന്തിച്ചു തുടങ്ങും. See you soon. ഇതൊക്കെ പാച്ചിന്റെ ഒരു നമ്പറല്ലേ? മാമച്ചൻ മനസ്സിൽ കാണുമ്പോ പാച്ചനെങ്കിൽ മരത്തെ കാണും. മുമ്പ് വന്ന ഒരുപാട് ലോക സിനിമകൾ കാണുമ്പോൾ അതിനെ ഒരു സിനിമയായിട്ട് കാണാനും ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അതെന്താന്ന് എനിക്ക് അറിയില്ല. പിന്നെ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, അതൊരു സിനിമയാണ്. അവർ അതിൽ അഭിനയിക്കുകയാണ് ചെയ്തത്. അത് അവരുടെ ജോലിയാണ്. ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് പോലൊരു ഗ്ലോബൽ സിനിമയെ തുണ്ടുപടമെന്ന് വിളിച്ച് കളിയാക്കുന്നവർ ഇന്നാട്ടിൽ ഇനിയും ധാരാളം ഉണ്ടായേക്കാം. ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും. A few moments later. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? A few minutes later. നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. The next day. എന്താടാ ഇത്? രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അതെ, പ്രബുദ്ധ മലയാളികളെ നമസ്കാരം. നല്ല നമസ്കാരം. ഞാൻ പോകുന്നു. ബൈ ബൈ.